പൊതുവിൽ നമ്മുടെ മുന്നിൽ നിന്ന് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ച ആളെ നമ്മൾ മാറ്റി നിർത്തും. അത് കമ്പനിയിൽ നിന്നായാലും സംഘടനയിൽ നിന്നാണെങ്കിലും അകറ്റി നിർത്തും. പൊതുവിൽ മിസ്റ്റേക്ക് സംഭവിച്ച ആളെ അല്ലെ, പൊതുവിൽ അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. തങ്ങളെ മുമ്പിൽ നിന്ന് ആർക്കെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാലുള്ള ഒരു കെമിസ്ട്രി ഒന്ന് പഠിച്ചു നോക്കിയാൽ ശരിക്കും നമ്മൾ തോറ്റുപോകും. ശരിക്കും മുആവിയത്ത് ബിനുൽ ഹക്കം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാമൊക്കെ വന്നപാട് സ്വഹാബത്തിന്റെ കൂടെ തങ്ങളുടെ കൂടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നിസ്കാരത്തിൽ തുമ്മി. അപ്പൊ അയാൾ അൽഹംദുലില്ലാ പറഞ്ഞു. നിസ്കാരത്തിൽ തുമ്മി അൽഹംദുലില്ലാ പറയൽ സുന്നത്തുണ്ട്. ഫാത്തിഹന്റെയോ തുടർച്ച നിബന്ധനയുള്ള ഖൗലിയായ ഫീലിന്റെ ഇടയിലാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണം, ആദ്യം മുതലേ ഫാത്തിഹ സുന്നത്തുണ്ടല്ലോ. അപ്പൊ അൽഹംദുലില്ലാ പറഞ്ഞാൽ ഇർഹാമുക്കല്ലാഹ് സുന്നത്താന്ന് എനിക്ക് അറിയുന്നോണ്ട് തന്നെ നിസ്കാരത്തിൽ അത് പറയരുതെന്ന് ഈ സ്വഹാബിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ നിസ്കാരം ബാത്തിലോ ഈ സ്വഹാബി ഇർഹാമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബത്തൊക്കെ മുആവിയത്ത് ബിനുൽ ഹക്കം തങ്ങൾ പറയാം, എന്നെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് തുറച്ചു നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ആയി. ഇതെന്താണ് നിസ്കാരത്തിൽ ഇങ്ങനെ എന്നുള്ള അർത്ഥത്തിലായപ്പോ ഞാൻ അറിയാണ്ട് പിന്നെയും പറഞ്ഞുപോയി, എന്താ നിങ്ങൾ എന്നെ നോക്കുന്നു അങ്ങനെ പറഞ്ഞുപോയി. അപ്പൊ സ്വഹാബത്ത് തൊടന്റെ മേലെ പിന്നെ കൈയടിച്ചിട്ട് പറഞ്ഞു, കൈയടിച്ചിട്ട് എന്നെ സൈലന്റ് മൂഡിലേക്ക് എത്തിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു അടി എനിക്ക് പ്രതീക്ഷയുണ്ട്. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ എന്നെ തുറച്ചു നോക്കുമ്പോ ഫദാനി എന്നെ വിളിച്ചു. ഫദാനി എന്നെ വിളിച്ചു. ആരെന്ന് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നെ വിളിച്ചാളൊന്ന് പറയുകയാണ് ഈ സ്വഹാബി. ഫബി അബീ ഹുവ ഉമ്മി, എന്റെ ഉപ്പാനും ഉമ്മാനും വിറ്റാ കിട്ടൂല അങ്ങനത്തെ ഒരാൾ എന്നെ വിളിച്ചത്. ആര്? മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ റഅയ്തു മുഅല്ലിമൻ ഖബലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻഹു. ഇങ്ങനെ ഒരു നല്ല അധ്യാപനം നടത്തിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട്, മോൻ മുആവിയ ഫവല്ലാഹി മാ ഖഹറനി വലാ ലറബനി വലാ ശതമനി. എന്നെ അടിച്ചിട്ടില്ല, ചീത്ത വിളിച്ചിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞു, മോനെ നിസ്കാരല്ലേ, നിസ്കാരത്തിൽ ദിക്ർ തസ്ബീഹ് ഖുർആൻ അക്കലുണ്ട്, സംസാരം പറ്റില്ല. കണ്ടോ ഈ ചരിത്രം ഈ ഉമ്മത്തിനോട് ആരാ പറഞ്ഞു കൊടുക്കുന്നറിയാം? ഈ സ്വഹാബി എന്നെ വലുതായിട്ട് പറഞ്ഞു കൊടുക്കാം, എനിക്ക് ഇങ്ങനെ പണ്ടൊരു സംഭവം ഉണ്ടായി, എനിക്ക് ഇങ്ങനെ തിരുത്തി തന്നത് വിശ്വഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരു അറാബി, ബാല അറാബിയുൻ ഫീ മസ്ജിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പള്ളിയിൽ മൂത്രമൊഴിച്ചു. അപ്പൊ സഹാബത്തൊക്കെ ഓടിക്കാൻ ശ്രമിച്ചപ്പോ തങ്ങള് ചെയ്യരുത്, അങ്ങനെ തന്നെ എടുത്ത് പുറത്തേക്ക് ഇടുന്നല്ലേ വേണമെങ്കിൽ പറയേണ്ടത് അല്ലേ, അത് തന്നെ എടുത്ത് പുറത്തേക്ക് ഇട്ടേ അല്ലേ? തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നോക്കണം, ആ ഇടപെടൽ നോക്കണം. മൂത്രൊഴിച്ച് തീരട്ടെ എന്നാ തങ്ങൾ പറയും. എവിടെ നമ്മളെ നാട്ടിലെ പള്ളിയിലല്ല, മദീനത്തെ പള്ളിയിലാണ് പറയണത് മൂത്രൊഴിച്ച് തീരട്ടെ. മൂത്രൊഴിക്കുന്ന ഭാഗത്തേക്ക് തങ്ങൾ കരീമായ തങ്ങൾ നോക്കൂലല്ലോ, ഉറപ്പല്ലേ? അതെ, ഇങ്ങോട്ടേ ഒരു 1.5 മിനിറ്റ് നമുക്ക് കണക്കൂട്ടാം, 1 മിനിറ്റ് കൂട്ടാം, തീർന്നു. എന്നിട്ടാണ് പിന്നെ അടുത്ത്. ഈ 1 മിനിറ്റ് നമുക്ക് ഇല്ലാതെ പോയതാണ് പലരും നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു കാരണം. നമുക്ക് പിറ്റേത്തെ ജുമാക്ക് തന്നെ പ്രസംഗിക്കണം, അല്ലെങ്കിൽ ജനറൽ ബോഡിക്ക് ആ ചോദ്യം ചോദിച്ചിരിക്കണം. അതാണ് നമ്മുടെ ഒരു 110 എന്ന് പറഞ്ഞത്. അതൊക്കെ ഒന്ന് നിർത്തിയിട്ട് 1500 വസന്തം നമ്മുടെ കൽവിലേക്ക് കൂടി കൊണ്ടുവരണം.